ശ്രീവത്സൻ ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ആ ഒരു എന്താ പറയാ പ്രസിഡന്റ് ആയി ജയിച്ച സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സർപ്രൈസ് തന്നു. ഞാൻ തീരെ അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ഓടി വന്ന് അത്രയും എക്സ്പ്രസീവ്. ചേച്ചി എന്താണ് ഇത്ര ഇയേഴ്സ് ആയിട്ടും ഈ ന്യൂലി വെഡ് പോലെ അത്ര എക്സ്പ്രസീവ് ആയിട്ടിരിക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു റീസൺ കാണും? ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയ ആളാണ്, ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയ ആളാണ്. മൂപ്പര് അനുഭവിച്ചേ പറ്റൂ. ബട്ട് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് ആളും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാം. നമ്മളിങ്ങനെ മൂപ്പര് വഴങ്ങി തന്നു. നമ്മൾ ഇങ്ങനെ കാണുമ്പോഴും ഒരാൾ ഭയങ്കര സൈലന്റ്, ഒരാളാണെങ്കിൽ നല്ല എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ടോട്ടലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി. രണ്ടുപേരും മുപ്പര് അത്ര കുറച്ച് റിസർവ്ഡ് ആണ്, കുറച്ച് ആൾക്കാരോട് കുറച്ചെങ്കിലും സംസാരിക്കുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ വളാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ വി കോംപ്ലിമെന്റ് ഈച്ച് അതർ. അതെ. അപ്പൊ ചേച്ചി എനിക്ക് തോന്നുന്നു അങ്ങ് ഓക്കെ ആ ഒരു ക്യാരക്ടർ അത് അങ്ങനെ വിട്ടുകൊടുക്കുക, അല്ലാണ്ട് ഞാൻ സംസാരിക്കും അതുകൊണ്ട് എന്റെ പാർട്ട്ണർ സംസാരിക്കണം അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് എൻജോയ് ബേസിക്കലി അങ്ങനെയാണ്. ആൻഡ് ഹി ഡസന്റ് അലോ, മുപ്പര് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. മുപ്പര് യൂഷ്വലി ഹി ലൈക്സ് മീ ടു ബി, ബിക്കോസ് ഐ തിങ്ക് ഹി ലൈക്സ് മീ ഫോർ വാട്ട് ഐ ആം, റെസ്പെക്ട്സ് മീ ഫോർ വാട്ട് ഐ ആം. അതാണ് ചേച്ചിയുടെ ഒരു സക്സസ് അല്ലേ, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ. മോള് അമ്മക്കുട്ടിയാണോ അച്ഛൻകുട്ടിയാണോ? അച്ഛൻകുട്ടിയാണ്. അവൾ എങ്ങനെയാണ് ചേച്ചിയുടെ പോലെ കുറച്ചുകൂടെ? അല്ല, അവളും ശ്രീനെ പോലെ റിസർവ്ഡ് ആണ്. പക്ഷെ എൻ്റെ അടുത്ത് നമ്മളല്ലേ എന്നെ സംബന്ധിച്ച് ദേ ബോത്ത് ആർ വെരി വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി ടോക്കറ്റീവ് എൻ്റെ അടുത്ത്. പക്ഷെ ചിലപ്പോൾ പുറം ലോകത്തിന് വേണ്ടി ചിലപ്പോൾ അവർ റിസർവ്ഡ് ആവും. പക്ഷെ അവർ കുറച്ചും കൂടി ഷൈ ആണ്, അത്ര ആൾക്കാർ അങ്ങനെ ഫ്രണ്ട്ലി ആൾക്കാരല്ല. അതെ. മോളുടെ കാര്യം പറഞ്ഞപ്പോൾ 2013 നിങ്ങൾ കൈരളിക്ക് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ചെയ്ത് ഓണം തന്നെ. അപ്പൊ അവള് ഞാൻ കാണുന്നു ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് വളരെ കുഞ്ഞ് ചേച്ചി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവളുടെ സ്റ്റിൽ ഫേവറേറ്റ് സോങ്? ഇല്ല, ഇപ്പൊ പാട്ട് പാടുമ്പോ അവള് ഒറ്റ ഓട്ടാണ്. അത് അങ്ങനെയാണല്ലോ, ബിക്കോസ് അവളെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് യുനോ. സോ ഷീസ് മോർ ഒരു എൻ്റെ മോളാണെങ്കിലും നമ്മൾ അവളെ വളർത്തിയത് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അവളിപ്പോൾ 13 ആയിട്ടില്ലെങ്കിലും പ്രീ ടീൻ്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്. ആൻഡ് യെറ്റ് ഐ തിങ്ക് ഷീസ് ലൈക്ക് എ ഫ്രണ്ട്, മോർ ഓഫ് എ ഫ്രണ്ട്. യാ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ടീനേജേഴ്സിലോട്ട് പോകുന്ന സമയങ്ങളിൽ? ഓ, എനിക്ക് ഹൈപ്പർ മദർ, നല്ല സ്ട്രിക്റ്റും ഹൈപ്പർ മദറാണ് ഞാൻ തന്നെയാണ്. ബിക്കോസ് ശ്രീനെ ഒരു കാര്യം വഷളാക്കാണ് മോളെ. എല്ലാത്തിനും അപ്പൊ അച്ഛനെ സോപ്പിട്ടായിരിക്കും പെർമിഷൻ എടുക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ്. ഒരാളെങ്കിലും സ്ട്രിക്റ്റ് ആവണ്ടേ? ഒരാൾ ഗുഡ് കോപ്പ്, ഒരാൾ ബാഡ് കോപ്പ്. അപ്പൊ ഞാൻ ബാഡ് കോപ്പാണ്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഐ ആം അക്സെപ്റ്റിംഗ്, ബിക്കോസ് അങ്ങനെ എന്താ പറയുക, യു നോ ദർ ഇസ് എൻ ഏജ്. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ടു ബി എ ന്യൂട്രൽ കോപ്പ്. അന്ന് ന്യൂട്രൽ ആവാം, ഇന്ന് ഐ ഹാവ് ടു ബി കുറച്ച് സ്ട്രിക്റ്റ് ആവണം. ചേച്ചിനെ നമ്മൾ കാണുമ്പോഴേക്ക് എല്ലാം ചേച്ചി അങ്ങനെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ വിടുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് റീസെൻ്റ്ലി ഒരു കേസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ചേച്ചി കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. ഒരു എന്തെങ്കിലും ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് നിന്നില്ല. ആ ഒരു സമയത്ത് ചേച്ചി അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഒരു ടീനേജ് ഗേളിൻ്റെ മദർ കൂടി ആയതുകൊണ്ടുകൂടിയാണോ? അല്ല, ഒരു അമ്മ എന്ന നിലയിൽ അവർ ഇട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ്. സോ അത് നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. ഓൺ വാട്ട് ബേസിസ്? ഓക്കെ. അപ്പോൾ ആസ് എ മദർ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഷാറ്റർ ചെയ്തു. ആൻഡ് ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐ തിങ്ക് ഐ സ്പോക്ക് ടു മെനി പീപ്പിൾ. പിന്നെ ശ്രീൻ്റെ ഒരു പ്യുവർ സ്ട്രോങ് സപ്പോർട്ട്. ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിരുന്നു. ഐ വിൽ ഫൈറ്റ് 100%. മോൾക്കൊക്കെ ഇത് ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ കൊച്ചല്ലേ, അവൾക്കും ഫീൽ ആവും? ഞാൻ മോളോട് ബിക്കോസ് എനിക്ക് പേടിയുണ്ടായിരുന്നു. അവള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ലെങ്കിൽ അവളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പക്ഷെ ഞാൻ അവളോട് സംസാരിക്കാൻ, അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ ഒരു സൂപ്പർ വുമൺ ആണ്. അപ്പൊ അവളോട് എന്ത് പറഞ്ഞാലും അവൾ കേൾക്കൂല. അപ്പൊ ഞാൻ അമ്മക്ക് ഇങ്ങനെ നോ അമ്മ, യു ക്യാൻ ഡു ദാറ്റ്, മൈ മമ്മ എന്നൊക്കെ പറയും. അവൾക്ക് അമ്മ സൂപ്പർ വുമൻ ആണ്. അവളുടെ അച്ഛനും ഞാനും സൂപ്പർമാൻ, സൂപ്പർ വുമൻ. That's it.